ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് തന്റെ ജീവിതാനുഭവങ്ങളെല്ലാം ബാബുവിനോട് പറയുന്ന ജയരാമനെയാണ്. എന്താണെങ്കിലും ഇന്ന് എൻ്റെ അവസാന ദിവസമാണെന്ന് എനിക്കറിയാം ബാബു. യുവദാസായിട്ട് വന്ന ബാബു ഇപ്പോൾ എൻ്റെ ഉറ്റമിത്രം തന്നെ ആയില്ലേ എന്നും ജയരാമൻ പറയുന്നു. സാറ് ഇങ്ങനെയൊന്നും പറയാതെ നാളെ തന്നെ കാർത്തി സാറിനോട് ഈ കൊട്ടേഷന്റെ കാര്യമെല്ലാം പറയണമെന്ന് ബാബു പറയുമ്പോൾ, അതൊക്കെ വിട്ടേക്ക് ബാബു, നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് ജയരാമൻ ബാബുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മൈഥിലിയുടെ ഫോണിലേക്ക് വൈശാഖ് വിളിക്കുകയാണ്. കാര്യങ്ങളെല്ലാം എന്തായെന്ന് ചോദിക്കുമ്പോൾ, അറയുടെ താക്കോലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും ഇന്ന് തന്നെ ആ വാള് ഞാൻ അടിച്ചു മാറ്റുമെന്നും മൈഥിലി പറയുന്നു. മൈഥിലി, നിന്നോട് ഇടയ്ക്കൊക്കെ ഞാൻ ദേഷ്യപ്പെടുമെങ്കിലും അത് നമ്മുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് മാത്രമാണെന്ന് വൈശാഖ് പറയുമ്പോൾ, അതൊക്കെ എനിക്കറിയാം വൈശാഖ് എന്ന് പറഞ്ഞ് മൈഥിലി കോൾ കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നിലവറയ്ക്കകത്ത് കയറുന്ന സാവിത്രിയെയാണ്. സാവിത്രി നിലവറയ്ക്കകത്ത് നിന്ന് ഉടവാളെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജയിലാണ്. എസ് ഐ വന്ന് ജയരാമനെ കൊല്ലാൻ നോക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം വാളെടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്ന സാവിത്രി പറയുകയാണ്, ഈ വാളിന്റെ അവകാശി ഞാനാണ്. എന്റെ ഭർത്താവിന്റെ ജീവനാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് സാവിത്രി വാള് നോക്കിക്കൊണ്ട് പറയുന്നു. അങ്ങനെ ആ എസ് ഐ ജയരാമനെ കൊല്ലുകയാണ്. അതേസമയം ജയറാമിന്റെ മരണത്തെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ കിടക്കുന്ന ഇന്ദ്രജയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ മാധുരിയുടെ ഫോട്ടോ താഴേക്ക് വീണ് ചിതറുകയാണ്. നിലത്ത് വീണ് പൊട്ടിച്ചിതറിയിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി ഞെട്ടലോടെ നിൽക്കുകയാണ് ഇന്ദ്രജ. തുടർന്ന് ആ ഫോട്ടോ കയ്യിലേക്കെടുത്ത് ഇന്ദ്രജ പറയുകയാണ്, ഇത് ആപത്താണല്ലോ. പെട്ടെന്ന് തന്നെ മാധുരിയുടെ ചിത്രത്തിൽ നിന്നും രക്തം വരുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ട് പേടിയോടെ നിൽക്കുകയാണ് ഇന്ദ്രജ. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കഥകിലാരോ തട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് നന്ദിനി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജയരാമൻ അവിടെ നിൽക്കുന്നത് നന്ദിനി കാണുന്നു. ഇത് കാണുന്ന നന്ദിനി സന്തോഷത്തോടെ പുറത്തേക്ക് ഓടി ചെല്ലുകയാണ്. ജയേട്ടനെ അവര് വെറുതെ വിട്ടോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ, അതെ, വെറുതെ വിട്ടെന്ന് ജയരാമൻ പറയുന്നു. എന്നിട്ട് കാർത്തിയൊന്നും പറഞ്ഞില്ലല്ലോ, അവൻ പോലും അറിഞ്ഞിട്ടില്ല. വിട്ടുടൻ തന്നെ ടാക്സി പിടിച്ച് ഞാൻ തൻ്റെ അടുത്തേക്ക് ഓടി വന്നതെന്ന് ജയരാമൻ പറയുന്നു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ദേവി എന്ന് ജയരാമൻ പറയുമ്പോൾ നന്ദിനി ജയരാമനെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ആഹാരം കൊടുക്കുകയാണ്. ഞാൻ അവരെയൊക്കെ വിളിക്കട്ടെ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ, ഇപ്പോൾ വിളിക്കേണ്ടതും എല്ലാവരും രാവിലെ കണ്ടാൽ മതിയെന്നും ജയരാമൻ പറയുന്നു. എന്നാൽ ജയേട്ടന് തലയാൻ തുടച്ചു തരാം, ആകെ നനഞ്ഞിരിക്കുകയല്ലേ എന്ന് നന്ദിനി പറയുമ്പോൾ, അതൊന്നും ഇപ്പൊ വേണ്ടെന്നും ഞാൻ പിന്നീട് കുളിച്ചോളാമെന്നും ജയരാമൻ പറയുന്നു. അതേസമയം കാലം കുഴി കൂവുന്ന ശബ്ദം കേട്ടുകൊണ്ട് അതെന്താ ഇപ്പോൾ കരയുന്നതെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ, അടുത്തെവിടെയെങ്കിലും മരണമുണ്ടായി കാണുമെന്ന് ജയരാമൻ പറയുന്നു. ഞാനേ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം, എന്റെ ദേവി ഉറങ്ങിക്കളയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജയരാമൻ കുളിക്കാനായി പോകുമ്പോഴാണ് ജയരാമന്റെ ഷർട്ട് പുറത്തിട്ടിരിക്കുന്നത് നന്ദിനി കാണുന്നത്. പിന്നീട് കാണിക്കുന്നത് ആ എസ് ഐ രണ്ട് കോൺസ്റ്റബിൾമാരെയും കൊണ്ട് വന്നിരിക്കുന്നതാണ്. അവൻ ചത്തെന്ന് ഉറപ്പാണോ സാറേ എന്ന് ചോദിക്കുമ്പോൾ, ഉറപ്പാണെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാനും ആ എസ് ഐ പറയുന്നു. അതേസമയം ജയറാമിനെ കാത്തിരിക്കുകയാണ് നന്ദിനി. എത്ര നേരമായി ജേട്ടൻ കുളിക്കാൻ പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുന്ന നന്ദിനിക്ക് അവിടെയെങ്ങും ജയറാമിനെ കാണാൻ സാധിക്കുന്നില്ല. തുടർന്ന് നന്ദിനി എല്ലായിടത്തും ജയറാമിനെ തിരഞ്ഞു നടക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ നന്ദിനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പട്ടി ഓരിയിടുന്ന ശബ്ദവും കൂടാതെ കാലം കോഴി കൂവുന്ന ശബ്ദവും ഒക്കെ കേട്ടുകൊണ്ട് പേടിയോടെ നന്ദിനി അകത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.